കണ്ടന്റ് ഇല്ലാതിരിക്കണ എൻ്റെ കയ്യിലോട്ട് ഇതാ നല്ലൊരു കണ്ടന്റ് വെച്ചിരുന്നു. അതും എൻ്റെ ഉള്ളം കയ്യിൽ ഭദ്രമായിട്ടിരിക്കുന്ന ഒരു റെസിപ്പി വേറെ ഒന്നല്ല, നെയ്പ്പത്തലിൻ്റെ ആണ് കേട്ടോ. അപ്പോൾ ഒരാളെ രണ്ടാളാണെങ്കിൽ നമ്മൾ കഴിക്കാൻ പോട്ടപ്പാം. പക്ഷേ ഇതാ കണ്ടില്ലേ, കുറേ ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ട് നെയ്പ്പത്തലിൻ്റെ റെസിപ്പി ഇടണമെന്ന്. കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ നന്ദി സ്കൂളിൽ പോകണ ആ ഒരു വീഡിയോയിൽ കാണിച്ചതാണ്. അപ്പോൾ എന്തായാലും നെയ്പ്പത്തലാണെങ്കിൽ ഞാൻ ആക്കി ഇപ്പോൾ കുറച്ച് എക്സ്പേർട്ടും ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ടോ എന്താണെന്ന് അറിയില്ല. കണ്ടവരാണെങ്കിൽ അങ്ങ് വിട്ടേര്, കാണാത്തവർക്ക് വേണ്ടിയിട്ട് എന്തായാലും ഞാനൊന്ന് ഇട്ടേക്കണതാണ്. അപ്പോൾ എന്തായാലും ഇന്നലെ ഒരു യാത്രയൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് ആ വീഡിയോ നിങ്ങൾ കണ്ടു എന്ന് തോന്നുന്നു, ചെറിയ വീഡിയോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ 12 മണിയായപ്പോൾ എത്തിയതാണ്. അപ്പോൾ പിന്നെ എന്താ പറയുക, നെയ്പ്പത്തലിൻ്റെ റെസിപ്പി അല്ലേ. അപ്പോൾ ഇങ്ങനെ നമുക്ക് അറിയുന്ന കുറച്ച് സാധനങ്ങളൊക്കെ നമ്മളോട് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ സന്തോഷപൂർവ്വം അത് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ നെയ്പ്പത്തലിൻ്റെ റെസിപ്പിയായിട്ട് അപ്പോൾ ഇതിലാണ് നമ്മൾ ഐറ്റം കയറി ഇരിക്കണത് കേട്ടോ. ഐറ്റം എന്ന് പറഞ്ഞാൽ നമ്മളെ പൊടി. അപ്പോൾ നമ്മൾ നല്ല പനിയൊക്കെ ഉള്ള സമയത്താണ് ഇത് വോയിസ് ഓവർ ചെയ്യണത്. നല്ല സൗണ്ടാണ്. അപ്പോൾ നൈസാക്കി പൊടിച്ചേക്കണം. ആദ്യം നമ്മൾ പത്തലെടുക്കുമ്പോൾ നമുക്ക് പൊടി വേണമല്ലോ. ഞാൻ ഇതാട്ടോ സിമ്പിൾ പരിപാടി, പച്ചരി ഒന്നും കുതിർക്കാനൊന്നും നിൽക്കില്ല. നമ്മൾ നൈസാക്കി പൊടിച്ചിട്ട് നമ്മളെ റേഷനരിയും പച്ചരിയും കൂട്ടിയിട്ട്, പച്ചരി കുറച്ച് അധികം ആക്കിയിട്ട് പൊടിക്കുന്നൊരു പൊടിയാണ് കേട്ടോ. അതിൻ്റെ കാര്യമൊക്കെ ഞാൻ അന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതുപോലെ കണ്ട നല്ല നൈസ് പൊടിയാണ്, നമ്മളെ പുട്ടിൻ്റെ പൊടിയല്ല, നൈസ് പൊടി മാത്രം. പുട്ടുപൊടിയോ കാര്യമൊന്നും ഞാനിത് ചേർക്കില്ല കേട്ടോ. അപ്പോൾ നമ്മളെ പെയിൻറ്റിൻ്റെ ബക്കറ്റിൻ്റെ ഒരു സംശയം ഉണ്ടാവും എല്ലാവർക്കും. അപ്പോൾ ഇതെനിക്ക് എൻ്റെ അമ്മ എനിക്കിത് കഴുകി നല്ല അടിപൊളിയായിട്ട് പണ്ടേ തന്നതാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മളെ കറണ്ട് അങ്ങ് പോയിട്ടാ. ഏറ്റവും വലിയ വിഷമം എന്ന് വെച്ചാൽ ഞാൻ മോട്ടർ ഇടാൻ വേണ്ടി മറന്നു. രാവിലെ കൈ അവിടെ വരെ എത്തിയതായിരുന്നു, മോട്ടറിൻ്റെ സ്വിച്ച് വരെ. പക്ഷേ എന്തോ പിന്നെ എവിടെയോ വഴിതെറ്റി അങ്ങോട്ട് പോയതുകൊണ്ട് ഇപ്പോൾ പൈപ്പിൻ്റെ അവസ്ഥ ഇതാണ്. പൈപ്പിൽ വെള്ളമില്ലെങ്കിലും ഇങ്ങനെ തിരിച്ചോണ്ട് നിൽക്കോട്ടെ. കാരണം ഇത് ഏത് നേരം ഇത് തന്നെ ഓർമ്മയുണ്ടാവുക. അതുകൊണ്ട് ഞാൻ ഇവിടെ കൂടെ വന്ന് കുറച്ച് തകരയിലൊക്കെ വെള്ളം വെച്ച് കൈ ഇങ്ങനെ നേരം കോരി കഴുകണമല്ലോ. കറണ്ട് വന്നിട്ടുണ്ട്, പക്ഷെ വോൾട്ടേജ് ഇല്ല. അതുകൊണ്ട് മോട്ടർ ഇടാൻ പറ്റിയിട്ടില്ല, വോൾട്ടേജ് ഇല്ല കേട്ടോ. കുറേ നേരമായി ഞാൻ ഈ പൊടിയും വെച്ചിട്ട് നോക്കി നിൽക്കുന്നു ഇങ്ങനെ. കാരണം ഇതൊന്ന് അരച്ചൊക്കെ എടുക്കണം, തേങ്ങയൊക്കെ ചിരണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കുറച്ചിന് എന്തായാലും ഇങ്ങനെ ചെയ്യാമല്ലേ. ബ്രൈറ്റൊക്കെ കൂട്ടിയിട്ടിട്ട് എഡിറ്റ് ചെയ്തിട്ട് ഇടാൻ തോന്നുന്നു. അപ്പോൾ തേങ്ങയൊക്കെ അരച്ചെടുക്കാൻ വേണ്ടി തേങ്ങ ചിരണ്ടിക്കൊണ്ടുണ്ട്, കുറച്ച് കൊത്തൊക്കെ ഉണ്ട്. പിന്നെ ഇത് ചിക്കൻ ഉണ്ട് കേട്ടോ. ചിക്കൻ എന്ന് പറഞ്ഞാൽ പേരിനൊരു ചിക്കൻ, അത് മതി, നമ്മളിവിടെ പറ്റിക്കാനത് മതി. 2 ദിവസം എടുത്ത് അതിന് ശേഷം നെയ്ച്ചോറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ലേശം എടുത്ത് വെച്ചതാണ്. ഇത് ഒരു ചെറിയ മസാലയാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ പിന്നെ ചൂടോടെ നെയ്പ്പത്തിൽ വെറുതെ കഴിക്കോട്ടെ. അതിൻ്റെ പരിപാടി. അപ്പോൾ ഇനി പരിപാടി അടക്കാം. വീണ്ടും പോയി പൈപ്പ് തിരിക്കുകയാണ്. എന്തൊരു കഷ്ടപ്പാട്. മോട്ടർ ഇല്ലെങ്കിൽ മോട്ടർ മുകളിൽ വെള്ളൂരും കിട്ടില്ല, എട്ടങ്ങേറാണ്. അതൊന്ന് കഴുകാൻ പോയതാ. പൈപ്പ് തിരിക്കലോട് തിരിക്കലെന്നെ. ഇത് തേങ്ങ ഇതിനകത്തേക്ക് ഇങ്ങനെ ഇടണം കേട്ടോ. ആദ്യം ചെയ്യേണ്ട പരിപാടികൾ അതൊക്കെ. ഇതൊക്കെ എന്താ അറിയാത്ത കുട്ടികളെ, ഇതെല്ലാം ആരും പറഞ്ഞു തരണോ? കണ്ടോ, എന്താണ് ഇപ്പോഴത്തെ ഈ കുട്ടികൾക്ക്. കുട്ടികളാണോ ചോദിച്ചത്, ചേച്ചിമാരാണോ ആൻറ്റിമാരാണോ അമ്മമാരാണെന്നൊന്നും അറിയില്ല. അമ്മമാരാണെങ്കിൽ അടി കിട്ടാത്ത കുറവാണെന്ന് ചുമ്മാ പറഞ്ഞ കേട്ടോ, സ്വാതന്ത്ര്യം കൊണ്ട് പറയണതാണേ. അപ്പം തേങ്ങയൊക്കെ ഇങ്ങനെ ഇട്ടു. അത് വാരിയിട്ട് നീ കൈ കഴുകാൻ പോകണം. വെള്ളമില്ലെങ്കിൽ കൈ കഴുകാൻ പോക്ക് റിസ്ക്കാ. വീണ്ടും കൈ കഴുകുന്നു. ഈ തലയിൽ വെള്ളം കുളമായിരിക്കുന്നു. ഒരു കയ്യിൽ ക്യാമറ പിടിക്കുന്നതുകൊണ്ട് ഇങ്ങനത്തെ അലവലാതെ പണിയാലും എടുക്കണത്. നല്ല വെള്ളത്തിന് 1 കപ്പ് വെള്ളം ഞാൻ കൊണ്ടുവന്ന് ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. എന്തൊരു കഷ്ടമായി നോക്കി. കുക്കറിൽ ഇട്ടിട്ട് വേണം ചിക്കൻ കറി വെക്കാൻ. ഇതൊക്കെ ഇങ്ങനെ ഒഴിച്ചു. ചിക്കനൊക്കെ നിങ്ങൾ കാണുന്നുണ്ടോ? കറണ്ട് നിങ്ങൾ കാണുന്നുണ്ടോ? പ്രകാശമില്ല. ഇന്ന് കടി നെയ്പ്പത്തലും ചിക്കൻ കറിയും. ചിക്കൻ കാണുന്നുണ്ടല്ലോ അല്ലേ? ചിക്കൻ വേണ്ട. ഇത് 2 കഷ്ണം നിങ്ങൾക്ക്, 2 കഷ്ണം നന്ദുവിന് അത്ര തരുള്ളേ. ബാക്കിയൊക്കെ ഉള്ളിയിട്ടിട്ടുള്ള പരിപാടിയാണ്. ഇതിപ്പോ ഇന്നലെ പിന്നെ പോയി വന്നപ്പോഴേക്കും ഞങ്ങൾ ലേറ്റ് ആയില്ല, ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ ഒരു സേഫ്റ്റിക്ക് നമ്മൾ എടുത്തു വെക്കൂലേ, അതാണ് നമ്മൾ കുടുംബിനികൾ. അങ്ങനെ എടുത്തു വെച്ചത്. അത് അന്ന് നിങ്ങൾ തന്നോട് പറഞ്ഞത് എടുത്തു വെക്കുമ്പോ ഇപ്പൊ അനുഭവിച്ചോ. ഇപ്പൊ 2 കഷ്ണം ആയില്ല, അന്നേരം എടുത്ത് വെച്ചെങ്കിൽ 4 കഷ്ണം കിട്ടിയെന്നില്ലേ. നമ്മളെല്ലാം മുൻകൂട്ടി കാണും. അതാണ് സ്ത്രീകൾ. ഇതൊന്ന് അടിച്ചെടുക്കട്ടെ. മിക്സ് വർക്ക് ചെയ്യുമെന്ന് അറിയില്ല. ഹലോ, ഇന്നലത്തെ പോക്കില് പിന്നെ മര്യാദക്ക് ഭക്ഷണം കിട്ടിയില്ല. ഇന്നലത്തെ പോക്കില് ഭക്ഷണം കിട്ടിയിട്ടില്ല എന്ന് പറയണ്ട. ഹോട്ടലിൽ കേറിയിട്ട് സത്യം പറഞ്ഞാല് പിന്നെ ഇങ്ങനെ പിടിക്കാം. ഭയങ്കര ബിരിയാണി എന്നെല്ലാം പറഞ്ഞ് കേറിയതാ. കണ്ണൂർ ജില്ലയിലെ ബിരിയാണി പാരഗണിലേക്ക് വരെ നമ്മള് 4 മണീന്റെ അടുത്തായി നമ്മൾ കേറുമ്പോ. അപ്പൊ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ അപ്പുറത്ത് എന്തോ ഒരു പരിപാടി ഉണ്ടായിരുന്നത്. അപ്പൊ അവര് വന്നിട്ട് നമ്മൾ പറഞ്ഞ് ക്ഷമിക്കണം, ഇങ്ങനെ പറ്റിയതാണ്, അവിടെ കുറച്ച് ബിരിയാണി അങ്ങനെ ആയി ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞപ്പോ നമ്മൾക്ക് കിട്ടാൻ യോഗമില്ല. അതുകൊണ്ടാ. അപ്പൊ ഇങ്ങനെ പറഞ്ഞ പരിപാടി നടക്കൂല. ഇപ്പൊ കത്താണ് എൻ മാനം. എന്തായാലും
കിടക്കട്ടെ. അപ്പം ഇല്ല ജീരകം ഇല്ലേ, പെരുംജീരകം ഇടാൻ മറന്നായിട്ട്. പെരുംജീരകം കുഞ്ഞുള്ളിയൊക്കെ ഇടുമെന്ന് പറയണേക്കാം, വെല്ലുള്ളിയോ കുഞ്ഞുള്ളി എന്തെങ്കിലും. പക്ഷെ ഉള്ളി ഞാൻ ഇടില്ല, ഉള്ളി എനിക്ക് ശത്രുവാണ്. അപ്പം ജീരകം എടുത്തിട്ടുണ്ട്, ജീരകം അരക്കണയിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ ലേശം നമ്മളെ ഒരു കളർഫുള്ളിന് വേണ്ടി നമുക്ക് ഇതിങ്ങനെ തൂക്കി കൊടുക്കും. ഇങ്ങനെയൊക്കെ തൂക്കിയിട്ടുണ്ട്. ഇത് അരക്കണയിൽ ഞാൻ ഈ ഇങ്ങനെ കപ്പിൽ വെള്ളം എടുത്തിട്ട് അതിൽ ഉപ്പിട്ടിട്ട് ഉപ്പ് നോക്കലാണ് കേട്ടോ. എനിക്ക് എപ്പോഴും അങ്ങനെയാണ്, അതാണ് എനിക്കൊരു ചെയ്യൽ കേട്ടോ. ഇങ്ങനെ കപ്പിലെടുത്തിട്ട് വായിൽ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കുറച്ച് പൊടിക്ക് ബിരിയാണിക്കൊക്കെ എടുക്കുന്ന കുറച്ച് വെള്ളം ഉപ്പ് മുൻപന്തിയിൽ നിർത്തിയിട്ട് എടുക്കുമ്പോൾ കറക്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പം ഇതിനകത്തോട്ട് ഈ വെള്ളം ഒഴിച്ചിട്ടുണ്ട്, എന്നിട്ട് അരച്ചെടുക്കും. എന്തൊരു ഷോക്കാന്ന് നോക്കിയാൽ ആ ഉള്ള വോൾട്ടേജും പോയി, ഇതായി ഇപ്പം ബൾബേ പോയി. ഒന്ന് അരച്ചെടുക്കാന്ന് വിചാരിച്ചതായിരുന്നു കേട്ടോ, അപ്പോഴേക്കും കറണ്ട് ഫുള്ളും പോയി. ഇനിയിപ്പോൾ എങ്ങനെ അരച്ചെടുക്കും? ദൈവമേ. അപ്പോൾ ദൈവദൂതനെ പോലെ കറണ്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ അരക്കാൻ പോയത്. അപ്പം ഇതിൽ കുറച്ചൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. എന്താണ് മാറ്റം എന്ന് വെച്ചാൽ ഇതാ ഉള്ളി എടുത്തിട്ടുണ്ട്, പെരുംജീരകം കുറച്ച് അധികം എടുത്തിട്ടുണ്ട്. ഇപ്പം എനിക്കൊരു ഫോൺ കോൾ വന്ന് നമ്മളൊന്നുമില്ല, ഇവിടെ നമ്മളെ സ്വന്തം സായിത്ത വിളിച്ചിട്ടുണ്ട്. പറഞ്ഞു എടി എന്താ മീനുണ്ടാകുന്ന ചോദിച്ചിട്ട് വിളിച്ചത്. അപ്പം എന്നോട് പറഞ്ഞു ഇത് എന്താക്കുന്നതെന്ന് വെച്ചപ്പോൾ നെയ്പ്പത്തൽ എന്ന് പറഞ്ഞിട്ടല്ല. എന്നോട് പറഞ്ഞു നിന്റെ നെയ്പ്പത്തലിന് ഒരു അപാകത ഉണ്ട്, നീ ഇതൊക്കെ കൂട്ടണം, പെരുംജീരകം ജാസ്തി കൂട്ടണം, പിന്നെ അതുപോലെ തന്നെ അരക്കൽ ഒരു ചെറിയൊരു അരക്കലേ അരക്കാൻ പറ്റുള്ളൂ. അപ്പം എന്തായാലും ആ ഒരു സംഭവം ഞാൻ അതാക്കുന്നുണ്ട്. അപ്പോൾ സായിത്ത പറഞ്ഞ പോലെ ഉള്ളി ഒരു കഷ്ണം ഞാൻ അങ്ങോട്ട് ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരച്ചെടുക്കട്ടെ. പെരുംജീരകം കുറച്ച് അധികം കൂട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഉള്ളി ഒന്ന് മുറിച്ചിടാം കേട്ടോ. കാരണം ചെറുങ്ങനെ നല്ല മഴയുണ്ട് പുറത്ത്, അതുകൊണ്ട് സൗണ്ട് എന്താണ് കേൾക്കാന്ന് പറയാൻ പറ്റില്ല. ഞാൻ മുറിച്ചിട്ടിട്ടുണ്ട്. ഇനി അപ്പോൾ നമ്മളെ സായിത്ത് പറഞ്ഞ പോലെ ഇതുപോലെ ഒന്ന് അരിഞ്ഞാൽ മതി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒന്ന് ഒതുക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് കേട്ടോ, നന്നായിട്ട് അരച്ചിട്ടില്ല, ഇങ്ങനെ ഒന്ന് ഒരു കടിക്കത്തക്ക ഒരു രീതിയിലൊന്ന് ഒതുക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് നമ്മൾ തട്ടയാണ്, നമ്മളെ പൊടിയിലേക്ക് ഇങ്ങനെ തട്ടിയിട്ട് ഇനി വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട് ജാറ് വെക്കാൻ കാണും. ഒരു തരി ഇല്ലാണ്ട് ആ കളറ് മാറുന്നത് വരെ ഞാൻ അങ്ങോട്ട് ജാറ് കഴുകി വയ്ക്കും, എന്നാലേ ഒരു സമാധാനം കിട്ടുള്ളൂ കേട്ടോ. എന്താണെന്ന് അറിയില്ല, എല്ലാവരും അങ്ങനെ തന്നെ ഇരിക്കുമല്ലേ. കണ്ട ഇങ്ങനെ ഒഴിച്ചൊരു സുഖം കിട്ടും, വെറുതെ വെള്ളം ഒഴിക്കണ്ടല്ലോ. അപ്പോൾ ആ ഉപ്പുവെള്ളം ഞാൻ അങ്ങനെ തന്നെ അങ്ങോട്ട് ഒഴിച്ചേട്ടാ. ഇനിയിപ്പോൾ നന്നായിട്ട് അങ്ങോട്ട് കൈ കൊണ്ട് അങ്ങോട്ട് കുഴച്ച്, ചില ആൾക്കാർ ചൂടുവെള്ളത്തിലൊക്കെ കുഴക്കണതാണ്. പക്ഷേ എനിക്ക് ഈ പൊടി പച്ചവെള്ളത്തിൽ കുഴക്കുമ്പോൾ തന്നെയാട്ടാ കറക്റ്റായിട്ട് വരുന്നത്. അതുകൊണ്ട് ഞാനിങ്ങനെ തന്നെയാണ് എപ്പോഴും ആക്കൽ. അപ്പോൾ ഇതിങ്ങനെ ഒഴിച്ച് കുറച്ച് നനച്ചെടുത്ത്, നമ്മൾ വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പ്രശ്നമാണ്. അതുകൊണ്ട് ആ ഒരു കറക്റ്റിൽ തന്നെ നമുക്ക് കിട്ടണം. നമ്മൾ ആ ഒരു സംഭവമൊക്കെ ഉണ്ടല്ലോ, ആ ഒരു സൈസ് തന്നെ ഈ ഒരു പരുവത്തിലെടുത്തിട്ടുണ്ട്. അപ്പോൾ ഉള്ളി എന്തായാലും ഞാൻ കൂട്ടിയിട്ടുണ്ട്, കൃത്രിമപ്പണിയൊന്നും എടുത്തിട്ടില്ല. അരച്ച് കഴിഞ്ഞപ്പോൾ എടുത്ത് മാറ്റിയോ എന്താണെന്നറിയാമല്ലോ, എല്ലാവർക്കും ഒരു ആകാംക്ഷ ഉണ്ട്. ഉള്ളി കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ സായിത്ത് എന്നെ കുറ്റം പറയില്ല, അല്ലെങ്കിൽ എന്നെ വിളിച്ചിട്ട് കലമ്പും. അപ്പോൾ എന്തായാലും ഉള്ളിയൊക്കെ കൂട്ടി നല്ലോണം അരച്ച് ഓരോരോ ഉണ്ടാക്കിയിട്ട് അവിടെ പിടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളെ ചിക്കൻ കറിയാണ്. അപ്പോൾ ചിക്കൻ കറിനകത്തേക്ക് ഉള്ളി അങ്ങോട്ട് കൂടുതൽ നല്ലോണം അങ്ങോട്ട് ചേർക്കണമല്ലോ, കാരണം പീസ് അത്രയേ ഉള്ളല്ലോ. നല്ല തൊണ്ടവേനയൊക്കെ ഉണ്ട് കേട്ടോ, അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വിഴുങ്ങി പോകുന്നുണ്ട്. അപ്പോൾ ഒരു ഉരുളക്കിഴങ്ങ് ഉണ്ടായിരുന്നു, അതിൻ്റെ പകുതി എടുത്തിട്ട് ഞാൻ ചേർക്കേണ്ട, അല്ലെങ്കിൽ മൊത്തം ഉരുളക്കിഴങ്ങ് കറിയായിപ്പോൾ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചെറുങ്ങനെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് അങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, അതൊക്കെ ഞാൻ അങ്ങോട്ട് നമ്മളെ കുക്കറിലോട്ട് അങ്ങ് തട്ടുകയാണ്. എന്നിട്ട് മൊത്തത്തിൽ ഒരിത്തിരി വെള്ളവും പച്ചവെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് ഒരു 1-2 വിസിൽ ഞാൻ ഇത് മാത്രം ചിക്കൻ ഇടാണ്ട് ഇത് മാത്രം വിസിൽ കേൾപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ ഈ നെയ്പ്പത്തലൊക്കെ ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ പൂരിക്കൊക്കെ രാവിലെ കൊടുക്കുമ്പോൾ ഞാനിപ്പോൾ ഇതൊരു എളുപ്പവഴി കണ്ടുപിടിച്ചേക്കണതാണ്. അങ്ങനെ അതവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ സമയം കൊണ്ട് എൻ്റെ നെയ്പ്പത്തലാക്കുന്ന മെഷീൻ ഇതാണ് കേട്ടോ, ഈ പ്ലാസ്റ്റിക് കവർ. ഇത് ഞാൻ കുറേ നാളുകളായിട്ട് ഇതിങ്ങനെ മെഴുകൊക്കെ പുരട്ടി കൊണ്ടിടക്കുകയാണ്. അപ്പോൾ ഇത് ആവശ്യം കഴിയുമ്പോൾ അവിടെ മടക്കി നല്ല അടിപൊളിയായിട്ട് അവിടെ വെക്കും കേട്ടോ. ഇനിയിപ്പോൾ ഒരു ഉരുള അതിനകത്ത് വെച്ചിട്ട് നമ്മൾ ആവശ്യം കുറച്ച് വലുതായിപ്പോയി, ഫസ്റ്റത്തെ കുറച്ച് വലുതായിപ്പോയി, ഇത്രയും വലുതാക്കേണ്ട ആവശ്യമില്ല. ആ പരത്തിയപ്പോൾ ആ ഒരു ഫ്ലോയിൽ അങ്ങോട്ട് നന്നായിട്ടങ്ങ് ബലം കൊടുത്ത്, അപ്പോൾ അതാ പറ്റിയത്. ഇത്രയും വേണ്ട, കുറച്ചും കൂടി കട്ടിയിൽ എടുത്തു കഴിഞ്ഞാലാണ് നമുക്ക് നന്നായിട്ട് പൊന്താനൊക്കെ സഹായിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ. കുറച്ച് കട്ടിയിൽ തന്നെ എടുക്കണം എന്നാണ്. അപ്പോൾ നമ്മൾ അതൊരു 2 വിസിൽ കേട്ടപ്പോൾ ഞാനത്തേക്ക് ചിക്കൻ ഇട്ടിട്ട് കുക്കർ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നെയ്പ്പത്തൽ അങ്ങോട്ട് പൊന്തി നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ ഇത് കുറച്ച് മറ്റേ വലിപ്പം കുറച്ച് കൂടുതലായതുകൊണ്ടാണ് ആ സൈഡ് അങ്ങനെ ആയത്. വലിപ്പം കുറച്ച് കറക്റ്റ് എടുത്ത് നമ്മളെ ചട്ടീൻ്റെ ആ ഒരു കണക്കിന് എടുത്തു കഴിഞ്ഞാൽ
കറക്റ്റിൽ കിട്ടുന്നുണ്ട്, നല്ല അടിപൊളിയായി. അപ്പോഴേക്കും നമ്മളെ കുക്കറിൻ്റെ ഒരു വിസിലൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ചിക്കൻ കറിയും ആയി, ഇതാ നെയ്പ്പത്തലും ആയി, എല്ലാം സെറ്റ് ആവുന്നുണ്ട്. ഇനി ഇതാ ഞാൻ ചെറിയൊരു രീതിയിൽ ചെറിയ വട്ടത്തിൽ എടുത്തിട്ടുണ്ട് കേട്ടോ, കുറച്ച് കട്ടി കൂട്ടി എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് അതാകുമ്പോൾ നമുക്ക് റൗണ്ട് നല്ല കറക്റ്റിൽ തന്നെ കിട്ടും. നമ്മളെ ചട്ടി ചെറുതാണല്ലോ, അതിനനുസരിച്ച് വേണമല്ലോ. വലിയ ചട്ടിയൊക്കെ ആണെങ്കിൽ നല്ല വലുതാക്കി എടുക്കാം അല്ലേ. അപ്പോൾ ദാ നന്നായിട്ട് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളെ ചിക്കൻ കറി ഇവിടെ ഒന്ന് തുറന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ കണ്ട ചിക്കൻ കറിയും നല്ല ടേസ്റ്റ് ആട്ടോ. ഇങ്ങനെ വെച്ച് കുറേ പൊടിയും അതും ഇതൊക്കെ മൂപ്പിക്കാണ്ട് ഇങ്ങനെ വെക്കുമ്പോഴും ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടുന്നുണ്ട് കേട്ടോ. ഒന്നങ്ങോട്ട് എടുക്കുമ്പോഴേക്കും ഒന്ന് വീണുപോയി. അപ്പോൾ ദാ നമ്മളെ ചിക്കൻ കറിയും ഇതൊക്കെ നെയ്പ്പത്തലും ഇനി അങ്ങോട്ട് കൊടുക്കുകയാണ്. എന്തോ തണുപ്പ് പിടിച്ചപ്പോൾ എല്ലാം കൂടി മൊത്തം സൈഡാണ്. അപ്പോൾ അവയവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ് മറ്റേ പ്ലേറ്റിൽ. ഇത് ഞാൻ കുറച്ച് ഷോ ആക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. ഇനി പീസ് എടുക്കാനില്ല, 2 പീസ് എടുത്തിട്ടുണ്ട്, ബാക്കി ഉള്ളിൽ അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇതിപ്പോൾ ഫസ്റ്റത്തെ ടേക്കിൽ ശരിയായില്ലെങ്കിൽ ഇനി ചിക്കൻ തീർന്നു പോകും, പിന്നെ ഉള്ളി മാത്രം വെക്കേണ്ടത്. അതുകൊണ്ട് വളരെ കൃത്യതയോടുകൂടി ഞാൻ എടുക്കുകയാണ്. അപ്പോൾ നമ്മളെ നെയ്പ്പത്തലും ചിക്കൻ കറിയും ഇത് മതി കേട്ടോ. ഒരുപാടൊന്നും വേണമെന്നൊന്നുമില്ല, എനിക്ക് ഒരുപാട് വേണമെന്നില്ല, ഞാൻ വെറുതെ ആയാലും ഇങ്ങനെ ചൂടോടെ കഴിക്കും. പിന്നെ ചാറുണ്ടെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ പുറത്ത് നല്ല മഴ തകൃതിയായിട്ട് ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ മഴയും നല്ല ചൂട് നെയ്പ്പത്തിലും നല്ലൊരു കട്ടൻ ചായയും, ആഹാ കൊള്ളാട്ടോ. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നെയ്പ്പത്തൽ റെസിപ്പി. അപ്പോൾ എന്താ പറയുക, 2-3 പ്രാവശ്യം ഞാൻ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ഈ റെസിപ്പി. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഇന്നും കൂടി കണ്ടോ. അപ്പോൾ എന്തായാലും മഴ നല്ല അടിപൊളി മഴയാണ്. ഇന്ന് തന്നെ മഴേൻ്റെ ഒരു വ്ളോഗ് വരുന്നുണ്ട് കേട്ടോ, കാരണം ഞങ്ങൾ പുറത്ത് കുറച്ച് വൃത്തിയാക്കൽ പരിപാടിയൊക്കെ ആയിട്ട് ഇറങ്ങാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും പെട്ടെന്ന് തന്നെ കാണാം. ടാറ്റാ.